ഇന്ന് നമുക്ക് മണ്ണുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ വളരെ എളുപ്പത്തിൽ പഠിച്ചാലോ. എന്താണ് മണ്ണിനെ കുറിച്ചുള്ള പഠനം? മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജിയാണ്. അത് നമുക്ക് എങ്ങനെ ഓർത്തു വെക്കാം? ചെറുപ്പത്തിൽ മണ്ണിൽ കളിച്ചു കഴിഞ്ഞാൽ അമ്മയുടെ കയ്യിൽ നിന്ന് നല്ല പെട കിട്ടും. മണ്ണിൽ കളിച്ചാൽ പെട കിട്ടും. അപ്പൊ അത് വെച്ചിട്ട് പെഡോളജി കണക്ട് ചെയ്യുക. മണ്ണിനെ കുറിച്ചുള്ള പഠനമാണ് പെഡോളജി. അപ്പൊ എന്താണ് മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയ? മണ്ണ് രൂപം കൊള്ളുക എന്ന് പറഞ്ഞാൽ എന്താ? മണ്ണ് ജനിക്കുകയാണ്. അപ്പൊ പെഡോജെനിസിസ്, ജനിക്കുക. ഓക്കെ, മണ്ണ് രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് പെഡോജെനിസിസ്. എന്നാണ് അന്താരാഷ്ട്ര മണ്ണ് വർഷമായി ആചരിക്കുന്നത് 2015. അപ്പൊ മണ്ണ് ദിനമോ? മണ്ണ് ദിനമായി ആചരിക്കുന്നത് ഡിസംബർ 5 ഡിസംബർ 5 മണ്ണ് ദിനം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്, അഥവാ അല്ലൂവിയൽ സോയിൽ. അപ്പൊ കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതാ? കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മണ്ണിനം ഏതെന്ന് അറിയുന്നവർ തീർച്ചയായും കമന്റ് ചെയ്യുക. അറിയാത്തവർ ഇവിടെ നിന്ന് തന്നെ വായിച്ച് പഠിച്ചിട്ട് പോവുക.